Hi everyone, Business Buzzന്റെ How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിലൂടെ വിൽക്കുന്നത് വഴി എല്ലാ ചിലവുകളും കഴിച്ച്, അതായത് ആമസോണിൻ്റെ ഫീസും ഷിപ്പിംഗ് ചാർജും എല്ലാം കഴിച്ച് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയായിരിക്കും ലഭിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റർ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ആമസോണിലൂടെ ഒരു ഓർഡർ ലഭിക്കുമ്പോൾ നമുക്കത് 3 രീതിയിലൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാവുന്നതാണ്. ഈ 3 ഷിപ്പിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തേത് സെൽഫ് ഷിപ്പ്, രണ്ടാമത്തേത് ഈസി ഷിപ്പ്, മൂന്നാമത്തേത് FBA. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ, അതായത് സെൽഫ് ഷിപ്പ് എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ സെൽഫായിട്ട് നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെയാണ് നമുക്ക് താല്പര്യമുള്ള ഒരു കൊറിയർ സർവീസ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണ്, എങ്ങനെയാണ് ഒരു കൊറിയർ സർവീസിനെ ഈ ഒരു ആവശ്യത്തിനായിട്ട് സമീപിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ഐകാർഡിൽ, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് പാക്ക് ചെയ്ത് വെക്കുക, ബോക്സിലോ അല്ലെങ്കിൽ ബാഗിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അതിനുശേഷം നമ്മൾ തന്നെ കൊറിയർ സർവീസിനെ സമീപിച്ച് ആ പ്രൊഡക്ട്സ് എല്ലാം അയക്കുന്നു. ഇതാണ് സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത്. കൊറിയർ സർവീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു റെസിപ്റ്റിൽ തന്നെ ട്രാക്കിംഗ് നമ്പർ നൽകിയിട്ടുണ്ടായിരിക്കും. ആ ട്രാക്കിംഗ് നമ്പർ പിന്നീട് നമ്മൾ ഓർഡറിൻ്റെ താഴെയായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സെൽഫ് ഷിപ്പ് ഓർഡേഴ്സ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഈസി ഷിപ്പ് എന്നുള്ളത്. പേര് പോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് കൊറിയർ സർവീസിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഓർഡർ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈസി ഷിപ്പിൽ ഒരു ഓർഡർ ലഭിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ പാക്കിംഗ് സ്ലിപ്പ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ലേബിൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പാക്കിംഗ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യണം. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ പിക്കപ്പ് അഡ്രസ്സിലേക്ക്, അതായത് ഹോം അഡ്രസ്സോ ഓഫീസ് അഡ്രസ്സോ ഏതാണെന്ന് വെച്ചാൽ അവിടേക്ക് ആമസോണിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഏത് തീയതിയാണ് ഈ ഒരു ഓർഡർ എടുക്കാനായിട്ട് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ സമയവും നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. രാവിലെ ആണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണോ ഇവർ വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അയക്കുമ്പോൾ ഓരോ ഓർഡേഴ്സിൻ്റെ താഴെയും നിങ്ങൾ വന്നിട്ട് ട്രാക്കിംഗ് നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിന് മുകളിലുള്ള ബാർകോഡ് വഴി തന്നെ ആമസോൺ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് FBA അഥവാ ഫുൾഫിൽമെൻറ്റ് ബൈ ആമസോൺ എന്ന് പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ എത്ര സ്റ്റോക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സ്റ്റോക്ക് നമ്മൾ ആദ്യം തന്നെ ആമസോണിൻ്റെ വെയർഹൗസിലേക്ക് അയക്കുകയാണ്. അങ്ങനെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ പ്രൊഡക്ട്സിന് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് ആമസോൺ തന്നെയാണ് പ്രൊഡക്ട്സ് പാക്ക് ചെയ്ത് ഡെലിവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സർവീസ് എടുക്കുന്നതിനായിട്ട് പ്രത്യേകം ചാർജസ് ഉണ്ട്. ഇനി നമുക്ക് ആമസോണിൻ്റെ ഈ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കിവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണ് ആമസോണിൻ്റെ കമ്മീഷൻ റേറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം, ടോയ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ 9.5% ആണ് കമ്മീഷനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ മൊബൈൽസ് എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽസിനും ടാബ്ലറ്റ്സിനൊക്കെ 5% ആണ് കമ്മീഷൻ റേറ്റ് വരുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സജഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ എപ്പാരൽ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്നുള്ള രീതിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പല രീതിയിൽ കാണാം. ഇവിടെ 300 രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങളുണ്ട്, 300 രൂപയ്ക്ക് താഴെ വരുന്ന തുണിത്തരങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ് കമ്മീഷൻ റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, 500 രൂപയ്ക്ക് താഴെയുള്ള ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കമ്മീഷൻ റേറ്റ് വരുന്നത് 13.5%. ഇനി ഇവിടെ നമ്മൾ സാരീസ് ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ് തന്നെ 500 രൂപയ്ക്ക് മുകളിലുള്ള രീതിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 17% ചാർജ് വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് കാണിക്കാനായിട്ട് എക്സാമ്പിൾ എടുക്കുന്നത് ഒരു സാരിയാണ്. ഈ സാരിയുടെ വില 1850 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനതോടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റ് കാറ്റഗറി സാരീസ് 1000-ന് മുകളിലുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ 19% എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പ്രൈസ് അടിച്ചു 1850 എന്ന്, അതിനുശേഷം കാൽക്കുലേറ്റ് ഫീസ് അടിച്ചു. അപ്പോൾ ഇവിടെ താഴെ ഓട്ടോമാറ്റിക്കലി തന്നെ ആമസോണിൻ്റെ റെഫറൽ ഫീ കാണിക്കുന്നുണ്ട്. 1850 രൂപയുടെ 19%-മായ 351 രൂപ 50 പൈസയാണ് ആമസോണിൻ്റെ റെഫറൽ ഫീ ആയിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ആമസോണിൻ്റെ ക്ലോസിംഗ് ഫീ അഡീഷണലി 50 രൂപയും ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആമസോണിൻ്റെ ഫീസായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഷിപ്പിംഗ് ഫീ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആമസോൺ ഈസി ഷിപ്പ് മെത്തേഡാണ്. ഇത് ലോക്കലി, റീജിയണലി, നാഷണലി എന്ന് 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങളുടെ ചുറ്റുഭാഗത്ത് തന്നെയാണ് ഡെലിവറി ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ലോക്കലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റീജിയണലി എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻ റീജിയനിലാണല്ലോ, അപ്പോൾ സൗത്ത് ഇന്ത്യൻ റീജിയനിൽ അയക്കാനായിട്ട് എത്രയാണ് ചാർജ് വരിക എന്നുള്ളത് കാണിക്കും. നാഷണലി എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കും ബാക്കി ഭാഗത്തൊക്കെ എല്ലാവർക്കും അയക്കാനായിട്ട് എത്രയാണ് നിങ്ങൾക്ക് പ്രൈസ് വരിക എന്നുള്ളതും കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോക്കലി കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും റീജിയണലി ആൻഡ് നാഷണലി എത്രയാണ് ചാർജ് വരിക എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം ഓർഡേഴ്സ് പല ഭാഗത്തുനിന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമല്ലേ നമുക്ക് പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് പാക്ക് ചെയ്തതിന് ശേഷം എത്ര ഗ്രാം വരും എന്നുള്ളതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ഷിപ്പ് ഫീ എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 500 ഗ്രാംസ് എന്നുള്ള രീതിക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ആമസോൺ ക്ലോസിംഗ് ഫീയുടെ താഴെയായിട്ട് ആമസോൺ ഷിപ്പിംഗ് ഫീ ലോക്കലി അയക്കാനായിട്ട് എനിക്ക് 38 രൂപയാണ് ചാർജ് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ടോട്ടൽ ആമസോൺ ഫീസ് എന്ന് പറയുന്നത് 439 രൂപ 50 പൈസയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആമസോണിൻ്റെ റെഫറൽ ഫീസും ക്ലോസിംഗ് ഫീസും ഈസി ഷിപ്പ് ലോക്കലി ഈസി ഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഫീസും അടക്കം എനിക്ക് വരുന്നത് 439 രൂപ 50 പൈസയാണ്. അതിന് പുറമേ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ 18% GSTയും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 79 രൂപ 11 പൈസയാണ് GST വരുന്നത്. അപ്പോൾ 1850 രൂപ വില വരുന്ന സാരി വിൽക്കാനായിട്ട് എനിക്ക് 518 രൂപ 61 പൈസയാണ് ആമസോൺ സർവീസ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ലഭിക്കുന്നത് 1331 രൂപ 39 പൈസയാണ്. അപ്പോൾ ഈ ഒരു തുകയിൽ നിന്ന് എനിക്ക് എൻ്റെ സാരി പർച്ചേസ് ചെയ്യാൻ ചിലവായിട്ടുള്ള തുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് ചിലവായിട്ടുള്ള തുകയും ഇനിയിപ്പോൾ പാക്കിങ്ങിനൊക്കെ ചിലവാകുന്ന തുകയും മൈനസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കോസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 900 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് നടിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് വരുന്നത് 431 രൂപ 39 പൈസയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കലിയാണ് 38 രൂപ ചാർജ് വരുന്നത്. ഈസി ഷിപ്പിൻ്റെ റീജിയണലി ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 48 രൂപയാണ് ചാർജ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നാഷണലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 69 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെൽഫ് ഷിപ്പിൽ നിങ്ങൾക്ക് എത്രയാണ് ചിലവാകുക എന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അതും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്.